ഇവിടെ ഈ പെണ്ണ് റോഡിലൂടെ പേടിച്ച് ഓടുകയാണ്. അങ്ങനെ അവർ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് കയറാണ്. അവിടെ വേറെ 3 സ്ത്രീകളുണ്ട്. അവർ അവരിലൊരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ഈ പെണ്ണ് അവിടെ ഉണ്ടായിരുന്ന ആ കേക്ക് എടുത്ത് അതിൽ മുഖം പൊത്തും, എന്നിട്ട് അവിടെയുള്ള ഒരു ടവൽ എടുത്ത് തലയിൽ കെട്ടും. ഇവൾക്കെന്താ പ്രാന്താണോ എന്ന് ബാക്കിയുള്ളവർ തമ്മിൽ പറയും. അവൾ അവിടെയുള്ളൊരു ചെയറിലിരിക്കും, എന്നിട്ട് ഇവരോട് എന്നെ സഹായിക്കൂ എന്ന് പറയും. അപ്പോത്തിന് ആ ഷോപ്പിലേക്ക് വേറെ ഒരാൾ കയറിവന്ന് ഇവിടേക്ക് ഒരു സ്ത്രീ വന്നായിരുന്നോ എന്ന് ചോദിക്കും. അയാളെ കണ്ടാ തന്നെ ഒരു വശപിശകുണ്ട്, കയ്യിൽമേ മുറിയായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. അവിടെ ഉള്ളവർ ഇല്ല, കണ്ടില്ല എന്ന് പറയും. അപ്പോ അതാ അവിടത്തെ ബാത്റൂമിൽ ആരോ ഉള്ളത് ഇയാൾ കാണും. മറ്റേ സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇയാൾ പറയും അവൾ ഇവിടേക്ക് തന്നെയാണ് വന്നത്. ഞാൻ കണ്ടതാണ്, അതുകൊണ്ട് ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഉത്തരം പറയൂ എന്ന് പറയും. അപ്പോ ആ കടയുടെ ഓണർ പറയും ഇവിടെ ആരുമില്ല. ഇത് കേട്ട് അയാൾക്ക് ദേഷ്യം വന്നിട്ട് അവൾ ബാത്റൂമിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ ഞാൻ ഇവിടെയിരിക്കും, അതിനുശേഷം എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് പറയും. എന്നിട്ട് അവിടെയുള്ള സോഫയിൽ പോയിരിക്കും. ഇത് കണ്ടിട്ട് അവിടെയുള്ള വേറൊരു പെണ്ണ് പറയും ഇത് വെയിറ്റിംഗ് റൂമല്ല മിസ്റ്റർ. അപ്പോ അയാൾ അവർക്ക് പൈസ കൊടുത്തിട്ട് പറയും എന്നാ എനിക്കൊരു ഹെയർ കട്ട് ചെയ്യ എന്ന്. അങ്ങനെ അയാൾ നേരത്തെ ഈ ഷോപ്പിൽക്ക് ഓടിക്കയറിയ പെണ്ണിന്റെ അടുത്തുള്ള ചെയറിൽ പോയിരിക്കും. ശരിക്കും അയാളുടെ ഭാര്യയാണ് അത്. പക്ഷേ അയാൾക്ക് അവളാണെന്ന് മനസ്സിലായില്ല, മാത്രമല്ല അവളെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹെയർ കട്ട് ചെയ്യുന്നതിനിടെ അയാളുടെ ചെവിമ്മേ കത്രിക തട്ടി മുറിയാവും. ചോര വരുന്നുണ്ടെന്ന് മനസ്സിലായ അയാൾക്ക് ദേഷ്യം വന്ന് അവിടെ ഇടിക്കും. അതിൽ അവിടുള്ളവരൊക്കെ പേടിക്കും. അയാളിനിട്ട് തിരിഞ്ഞ് താഴേക്ക് നോക്കും. അപ്പോ ഭാര്യയുടെ ഷൂസ് കാണും. അയാൾക്ക് മനസ്സിലായി ഇത് അയാളുടെ ഭാര്യ തന്നെയാണെന്ന്. അവിടുന്ന് എണീറ്റിട്ട് ഭാര്യയുടെ അടുത്ത് പോയി നോക്കും. അവളുടെ മുഖത്ത് വാനില ക്രീം ആണെന്ന് മനസ്സിലാക്കി. അവളോട് അവിടെ നിന്ന് എണീറ്റ് വരാൻ പറയും. പക്ഷേ അവള് സമ്മതിക്കില്ല. അപ്പോ അയാൾ അവളെ അടിക്കാൻ വേണ്ടി ഓങ്ങിയതും ബാക്കിൽ നിന്ന് ആ ഷോപ്പിന്റെ ഓണർ കയ്യിൽ കിട്ടിയ എന്തോ എടുത്ത് അയാളുടെ തലമ്മക്ക് അടിക്കും. അപ്പോ തന്നെ അയാളുടെ ബോധം പോവും. അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അയാളെ ചെയറിൽ ഇരുത്തും. ആപ്പോത്തിന് അയാളുടെ ഭാര്യ മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കും. മറ്റേ സ്ത്രീകൾ പറയും പോലീസിനെ വിളിക്കാം എന്ന്. അപ്പോ വൈഫ് പറയും പോലീസിനെ വിളിച്ചിട്ട് കാര്യമില്ല, കാരണം ഇയാളും ഒരു പോലീസ് ആണ് എന്ന് പറഞ്ഞ് അയാളുടെ ബാഡ്ജ് എടുത്ത് കാണിക്കും. അവരൊക്കെ ഷോക്കാവും. ഭാര്യ പറയും ഞാൻ കുറെ പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തതാ പോലീസിൽ, പക്ഷേ ആരും വിശ്വസിച്ചില്ല. ഞാൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് അവർ പോവാൻ നോക്കുമ്പോ ബാക്കിയുള്ളവർ പോവാൻ സമ്മതിക്കില്ല. എത്ര കാലം എന്ന് വെച്ചാ നിങ്ങൾ ഇയാളെ സഹിക്കാ, ഇതിനൊരു അന്ത്യം വേണ്ടേ എന്ന് പറഞ്ഞ് അവർ അവിടെ പിടിച്ചു വെക്കും. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾ ഇവിടെ ഇരിക്കൂ എന്ന് പറയും. പക്ഷേ ഭാര്യ പേടിച്ചിട്ട് പറയും എനിക്കിവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാ മതി. അപ്പോ അവർ പറയും നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ സഹായിക്കാം. പക്ഷേ എനിക്കിതിന് പറ്റില്ല, ഇയാളുടെ അടുത്ത് ഇരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും. അപ്പോ ഈ കടയുടെ ഓണർ പറയും എന്നാ ഞാൻ ചെയ്തോളാം, പ്ലാൻ എന്താണെന്ന് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് അയാൾക്ക് ബോധം വരും. അയാളുടെ അടുത്തുള്ള ചെയറിലിരിക്കുന്നത് വൈഫ് ആണെന്ന് തെറ്റിദ്ധരിച്ച് അവളെ ശകാരിക്കും. അവളെ അടിക്കാൻ വേണ്ടി ഓങ്ങുമ്പോ അവിടെയുള്ള മറ്റൊരു സ്ത്രീ വന്ന് അത് തടയും. നിങ്ങൾക്ക് ആൾ മാറി, ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല എന്ന് അവർ പറയും. അപ്പോ അവിടെയിരുന്ന ആ പെണ്ണ് എണീറ്റ് മുഖം തുടക്കും. ഷോപ്പിന്റെ ഓണറാണ്. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് അയാൾ ചോദിക്കും. നിങ്ങൾ അവളെ പ്രൊട്ടക്ട് ചെയ്യാനോ? ഇവർ സംസാരിക്കുന്നതിനിടെ അവിടേക്ക് പോലീസും അയാളുടെ ഭാര്യയും വരും. അങ്ങനെ അയാളെ പോലീസ് പിടിച്ചു കൊണ്ടുപോകും. അയാളിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷത്തിൽ ആ ഭാര്യ അവരെ വന്ന് കെട്ടിപ്പിടിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.